അതിർത്തി കടന്നുള്ള ആയുധ ശൃംഖല തകർത്ത് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ 23 നാടൻ ആയുധങ്ങൾ പിടിച്ചെടുത്തു. ആയുധക്കടത്ത് കുറ്റത്തിന് 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒളിവിൽ പോയ ആയുധക്കടത്തുകാരൻ ഷഹബാസ് അൻസാരിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ 9 അറസ്റ്റുകൾ നടന്നു. ഇതൊരു ബഹുതല ആയുധക്കടത്ത് ശൃംഖലയായിരുന്നു. കൂടാതെ സിൻഡിക്കേറ്റിന് വടക്കേ ഇന്ത്യയിലുടനീളം അന്താരാഷ്ട്ര സ്രോതസ്സിന്റെ സൂചനകളുമായി ബന്ധമുണ്ടായിരുന്നു. സിൻഡിക്കേറ്റിന്റെ പ്രവർത്തന രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ, ഓപ്പറേറ്റീവുകളുടെ ഒരു പാളിശ്രേണി, നേപ്പാൾ വഴിയുള്ള അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് വഴികൾ എന്നിവ ഉൾപ്പെടുന്നു. ഡൽഹി NCRലും കിഴക്കൻ ഉത്തർപ്രദേശിലും വ്യാപിച്ചു കിടക്കുന്ന വിതരണ ശൃംഖലകളുമുണ്ട്. വടക്കുകിഴക്കൻ ഡൽഹിയിലെ ഉസ്മാൻപൂർ പ്രദേശത്ത് നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് ഈ വഴിത്തിരിവുണ്ടായത്. ഫർദീൻ അറസ്റ്റിലായി. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ശാസ്ത്രി പാർക്കിൽ നിന്നുള്ള വസീഖ് ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് നിരവധി നാടനായുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. രോഹിണി ജയിലിൽ കഴിയുന്ന വസീം മാലിക് എന്ന പ്രതിയെ പോലീസ് റിമാൻഡിൽ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തതായി കൂടുതൽ അന്വേഷണ സൂചനകൾ ലഭിച്ചു. അൻസാരി ശൃംഖലയുമായി ബന്ധമുള്ള റാഹിൽ, ഇമ്രാൻ എന്നിവർ വഴി ആയുധങ്ങൾ വാങ്ങാൻ മാലിക് സൗകര്യമൊരുക്കിയതായും ജൗൻപൂർ ആസ്ഥാനമായുള്ള അഹമ്മദ് ഉൾപ്പെടെയുള്ള ഉത്തർപ്രദേശിലെ ഇടനിലക്കാർ വഴി ആയുധങ്ങൾ എത്തിച്ചതായും ആരോപിക്കപ്പെടുന്നു. ബീഹാറിലെ മുൻഗറിൽ നിന്നും നാടൻ തോക്കുകൾ വാങ്ങുന്നതിലേക്കും വിതരണ ശൃംഖല വ്യാപിച്ചു. ISIയുടെ നിർദ്ദേശപ്രകാരം ഡ്രോൺ ഡ്രോപ്പ് വഴിയാണ് ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. മൊത്തം 18 സെമി ഓട്ടോമേറ്റഡ് പിസ്റ്റളുകൾ, നാടൻ ഷോട്ട് ഗൺ, ദേശീയ പിസ്റ്റളുകൾ, 92 ലൈവ് കാർട്രിഡ്ജുകൾ, ഒന്നിലധികം മാഗസിനുകൾ, മൊബൈൽ ഫോണുകൾ, മറ്റ് രേഖകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. അതേസമയം ഡൽഹിയിൽ നിരോധിത മരുന്നു റാക്കറ്റ് ഡൽഹി ക്രൈംബ്രാഞ്ച് തകർക്കുകയും ചെയ്തു. എണ്ണ ചേർത്ത റാക്കറ്റ് നടത്തിയതിന് 2 ഫാർമസി ഉടമകൾ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തു. സോൾപീഡം, ഡ്രമാഡോൾ, ഡയസേപ്പാം തുടങ്ങിയ നിരോധിത മരുന്നുകൾ അമേരിക്കയിൽ നിന്നും കടത്തിക്കൊണ്ടുവരികയായിരുന്നു പ്രതികൾ. അഭിഷേക് ഭാർഗവ, യാസർ ഖാൻ, നിതിൻ, നീരജ് രാഘവ്, അമിതേഷ് റായ് എന്നിവരാണ് പ്രതികൾ. കേസ് വിശദാംശങ്ങൾ അനുസരിച്ച് 2025 സെപ്റ്റംബറിൽ മോത്തി നഗറിലെ ഒരു വെയർ ഹൌസിൽ ഒരു പാഴ്സൽ തടഞ്ഞതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. ലേസ്, കോട്ടൺ ഉൽപ്പന്നങ്ങൾ പോലുള്ള ഇനങ്ങളായി ഒളിപ്പിച്ച നിലയിൽ വാണിജ്യ അളവിൽ സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരുന്നു. വിതരണ പാത മായ്ക്കാൻ മാർക്കർ മഷി ഉപയോഗിച്ച് ബാച്ച് നമ്പറുകൾ മനഃപൂർവ്വം മറച്ചുവെച്ചു. രാമ റോഡിലെ ഒരു കൊറിയൻ വെയർഹൌസിൽ നിന്നാണ് പാക്കറ്റ് പിടിച്ചെടുത്തത്. നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്യുന്നതിനായി കൊണ്ടുവന്ന സൈക്കോട്രോപിക് മരുന്നുകളുടെ സ്ട്രിപ്പുകൾ അതിൽ നിന്നും കണ്ടെത്തി. ഈ പിടികൂടൽ ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് പ്രവർത്തനത്തിന്റെ ചുരുളഴിയുന്നതിലേക്ക് നയിച്ചു. ഗണപതി ഫാർമ, ഗായത്രി ഫാർമ എന്നിവയുടെ ഉടമകളായ നിതിൻ, അമിതേഷ് എന്നിവരിൽ നിന്നും മരുന്നുകൾ വാങ്ങാൻ യാസറിന്റെ ഉടമസ്ഥതയിലുള്ള ജയ്ബാർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് വിതരണ ശൃംഖല പ്രവർത്തിച്ചിരുന്നതെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു. പണമായിട്ടാണ് പണം അടച്ചതെന്നും നിതിനും അമിതേഷും ഇടപാടുകൾ നിയമാനുസൃതമാണെന്ന് കാണിക്കാൻ വ്യാജ ബില്ലുകൾ സൃഷ്ടിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വിതരണക്കാർക്കും കോർ നെറ്റ്വർക്കിങ്ങിനും ഇടയിലുള്ള ഒരു കോർഡിനേറ്ററായി നീരജ് പ്രവർത്തിച്ചിരുന്നതായി DCP ഹർഷ് ഇന്തോറ പറഞ്ഞു. പാഴ്സലുകൾ പാക്ക് ചെയ്ത് കൊറിയർ സർവീസുകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഭാർഗവ ചെയ്യുമായിരുന്നു. പിടിച്ചെടുത്ത പാഴ്സൽ, മരുന്ന് വിശദാംശങ്ങൾ, ട്രാക്കിംഗ് ഐഡികൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് യാസർ ഖാനും അഭിഷേക് ഭാർഗവയും തമ്മിലുള്ള ആശയവിനിമയം, ഡിജിറ്റൽ തെളിവുകൾ വെളിപ്പെടുത്തി. ജയ്ബാർ സർവീസിന്റെ അക്കൗണ്ട് വഴിയാണ് പണമടയ്ക്കൽ നടത്തിയത്. സിൻഡിക്കേറ്റ് വ്യവസ്ഥാപിതമായ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃത്രിമ ബില്ലിംഗ് ചാനലുകൾ വഴിയാണ് മരുന്നുകൾ വാങ്ങിയത്. അവ പാഴ്സലുകളായി വീണ്ടും പാക്ക് ചെയ്തു. അന്താരാഷ്ട്ര കയറ്റുമതിക്ക് മുൻപ് ഇടനിലക്കാർ വഴിയാണ് എത്തിച്ചത്. നീരജ് കൺസൈനി വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ട്രാക്കിംഗ് വിവരങ്ങൾ ഡിജിറ്റലായി നീരജ് പങ്കിടുകയും ചെയ്തു. അതേസമയം പേയ്മെന്റുകൾ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും UPI ചാനലുകളുടെയും ആയിരുന്നു. വ്യാജ KYC രേഖകളും വ്യാജ ഐച്ഛകളുടെ വിവരങ്ങളും ഉപയോഗിച്ച് ഭാർഗവ പാക്കേജിംഗ് കൈകാര്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഇയാളിൽ നിന്നും കൂടുതൽ അളവിൽ സൈക്കോട്രോപിക് മരുന്നുകൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.